സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസിമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് KTUവിലേക്ക് SFI നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ കോലം കത്തിക്കുന്നത്. KTU വിസിക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം. കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് അവിടെ ഇപ്പോൾ. പോലീസും പ്രവർത്തകരും നേരത്തെ സ്ഥലത്ത് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. സർവകലാശാല സംരക്ഷണ ശൃംഖല എന്ന പേരിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. വിസിക്കെതിരായ SFI പ്രതിഷേധം അവിടെ ഇപ്പോൾ കോലം കത്തിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. അരുൺ സോളമൻ, SFIയുടെ പ്രതിഷേധം അവർ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച് തുടരുകയാണ്. സുജയ, ഇപ്പോൾ SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസിമാരെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ KTUവിലേക്ക് ഈ മാർച്ചുമായി എത്തിയത്. താരതമ്യേന SFIയുടെ മാർച്ചിൽ ഒരു 100ഓളം വരുന്ന പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പോലീസുമായി തുടക്കത്തിലൊരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടൊരു കോലം കത്തിച്ച് അവരുടെ പ്രതിഷേധം തുടരുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിസിമാരുടെ നിയമനം സംബന്ധിച്ച് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത്. പ്രധാനമായിട്ടും നേരത്തെ തന്നെ ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ടുള്ള താൽക്കാലികമായി VC ആയിരിക്കുന്ന സിസ തോമസിന്റെ വിധിയും നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരുന്നു. അതായത് സർക്കാരിന്റെ പാനൽ അംഗീകരിക്കാതെ അന്നത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നവംബർ മാസം ഇത്തരത്തിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ വിസിമാരെ താൽക്കാലികമായി നിയമിച്ചത്. അത് ചട്ടവിരുദ്ധ ലംഘനമാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. പക്ഷേ ഈ വരുന്ന 27-ാം തീയതി ഈ രണ്ട് വിസിമാരുടെയും കാലാവധി തീർന്നതുകൊണ്ട് തന്നെ കോടതി കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള അടിവരയിട്ടുകൊണ്ടായിരുന്നു ആ വിധി പുറപ്പെടുവിച്ചത്. എന്തായാലും ഒരു ചട്ടവിരുദ്ധ ലംഘനമാണെന്നുള്ളത് രണ്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധികൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI ജില്ലാ നേതൃത്വം ഇപ്പോൾ ഈ KTUവിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പ്രധാനപ്പെട്ട ആവശ്യം വിസിമാരുടെ രാജി തന്നെയാണ്. എന്തായാലും 27-ാം തീയതി ഇവരുടെ കാലാവധി തീരാനിരിക്കുകയാണ്. SFIക്ക് അനുകൂലമായിട്ടും സർക്കാരിന് അനുകൂലമായിട്ടും ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സർക്കാർ നിരന്തരം തമ്മിൽ പലവിധമായിട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിൽ എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഈ വിസിമാരുടെ നിയമനം തന്നെയായിരുന്നു. സംസ്ഥാനത്ത് തന്നെ 13 സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പല സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരെ നിയമിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗതികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കഴിഞ്ഞ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തായിരുന്നു. പുതിയ ഗവർണർ വരുന്ന സ്ഥാനത്ത് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം എന്തായാലും സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഈ സ്വമേധയാ ഇനി രാജിവെച്ച് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു നീക്കം വിസിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കാലാവധി തീരാനായിട്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് SFIയുടെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള CIT അടക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ 11:30 മണിയോടുകൂടി ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇതിന് ഉള്ളിൽ ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് കൂടിയായിട്ടുള്ള ഇരിക്കുന്ന K ശിവപ്രസാദ് ഇപ്പോൾ ഇവിടെ എത്തി. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ KTUവിലേക്ക് ഇപ്പോൾ മാർച്ചുമായി എത്തിയത്. തൊട്ടടുത്ത് മംഗലാപുരത്തേക്ക് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഒരു മാർച്ചുമായിട്ടുള്ള നീക്കം SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്കറിയാം. തോമസാണ് അവിടെ താൽക്കാലികമായിട്ട് VC ആയിരിക്കുന്നത്. ഈ രണ്ട് വൈസ് ചാൻസലർമാരുടെയും രാജിയാണ് നിലവിൽ SFI നേതൃത്വം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിൽ നവംബർ മാസം ഈ നിയമനം ഉണ്ടായപ്പോൾ തന്നെ SFI വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായിരുന്നില്ല. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമായിട്ടും പ്രതിഷേധമാണ് കേരള സാങ്കേതിക സർവകലാശാലയിൽ KTUവിന് മുന്നിൽ നമ്മൾ കാണുന്നത്.